നമസ്കാരം. കോൺഗ്രസിൻ്റെ സർപ്രൈസ് പാർട്ടിക്ക് തന്നെ പാരയാകുമോ എന്ന് ചിന്തിക്കുകയാണ് കോൺഗ്രസിൻ്റെ തന്നെ അണികൾ. അതിലേറ്റവും അപകടകരമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരിലാണ് കേട്ടോ. തൃശ്ശൂരിൽ ടി.എൻ. പ്രതാപനും തൃശ്ശൂർ മണ്ഡലത്തിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു വലിയ സർപ്രൈസ്. ആ സർപ്രൈസിൽ 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ടി.എൻ. പ്രതാപനാണ്. ഇത്തവണ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഏക കോൺഗ്രസ് നേതാവും അല്ലെങ്കിൽ എം പിയും പ്രതാപനായിരിക്കും. പ്രതാപന് മത്സരിക്കുവാൻ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുവാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് കേട്ടോ. നേരത്തെ തന്നെ ഇക്കുറി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പ്രതാപൻ അറിയിച്ചിരുന്നു. ഇതോടെയാണ് പാർട്ടിയുടെ സിറ്റിംഗ് എം പിമാർക്ക് പ്രവർത്തനം തുടങ്ങാൻ നിർദ്ദേശവുമായിട്ട് KPCCയും AICCയും ഒക്കെ എത്തിയത്. അതിനിടയിലാണല്ലോ പത്മജ ചേച്ചി BJPയിലേക്ക് പ്രവേശനം ചെയ്തത്. ഇതോടുകൂടി ചിത്രം മാറി. കെ മുരളീധരനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് അവർ എത്തി. അപ്പോൾ പണി കിട്ടിയതാർക്കാ? പ്രതാപന്. തൃശ്ശൂരിലാണ് ഈ സർപ്രൈസ്. തൃശ്ശൂരിൽ മാത്രമല്ല, പലയിടത്തും സർപ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്. ആ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് കെ മുരളീധരൻ എത്തിയതോടുകൂടി ടി.എൻ. പ്രതാപൻ പ്രതാപന് വേണ്ടി എഴുതിയ ചുമരെഴുത്തുകളെല്ലാം മായ്ക്കേണ്ട ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. 3.5 ലക്ഷം പോസ്റ്ററുകളാണ് പ്രതാപനായിട്ട് മണ്ഡലത്തിൽ തയ്യാറാക്കി കഴിഞ്ഞത്. ഈ പോസ്റ്ററുകളെല്ലാം വെറുതെയാകും. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള തുകയും പ്രതാപൻ ഈ ബൂത്ത് തലത്തിൽ തന്നെ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഈ പണമൊക്കെ പ്രതാപന് നഷ്ടമാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ പ്രതാപന് നഷ്ടപ്രതാപത്തോടുകൂടി മടങ്ങാം. എന്തായാലും പ്രതാപൻ ഒരുക്കങ്ങൾ തുടങ്ങി വെച്ച മണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ കെ മുരളീധരൻ എത്തുന്നത് എന്നുള്ളതാണ്. ഇത്തവണ തൃശ്ശൂരിൽ പ്രതാപന് മത്സരം കടുക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മാറി നിൽക്കാമെന്നൊക്കെ ആദ്യമേ പറഞ്ഞു. കാരണം BS സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുകയും സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം BJP സ്ഥാനാർത്ഥിയാകുകയും ചെയ്ത സാഹചര്യത്തിൽ തോൽവി പ്രതാപന് മണത്തു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. പ്രതാപനെതിരെയായിരുന്നു കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അദ്ദേഹം ആദ്യമേ മനസ്സിലായി. ഇതിനിടെയാണ് സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് കോൺഗ്രസ് എത്തുന്നത്. ഇത് രാഷ്ട്രീയമായി പ്രതാപന് തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ രക്ഷപ്പെടുകയാണ് പ്രതാപൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാര്യമായ പദവികളില്ലാതെ തുടരേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. പകരം പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ സാക്രിഫൈസ് ചെയ്ത ഒരു ആയി മാറും. പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാലും മാറി നിൽക്കാൻ പറഞ്ഞാലും അത് ചെയ്യുമെന്നൊക്കെ ടി.എൻ. പ്രതാപൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ് തൻ്റെ ജീവനാണ് എന്നും ഇന്ത്യ അറിയുന്ന രാഷ്ട്രീയക്കാരനായി തന്നെ മാറ്റിയത് ഈ പാർട്ടിയാണ് എന്നുമൊക്കെ വലിയ വായിൽ ടി.എൻ. പ്രതാപൻ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ കണ്ണീരോടുകൂടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ പോലും നമുക്കിത് പറയേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്നിരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ മാറ്റങ്ങൾ ഉണ്ടായി വരുമ്പോൾ മാത്രമാണ് ഇക്കാര്യത്തിൽ ചർച്ചകൾ ഉണ്ടാകൂ, മറ്റുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. കെ മുരളീധരൻ എന്ന് പറയപ്പെടുന്ന തലയെടുപ്പുള്ളൊരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ മികച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് മുരളീധരൻ എന്ന് നമുക്ക് പറയാം. തൃശ്ശൂരിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിനായിട്ട് അവസാന നിമിഷം വരെയും പ്രവർത്തിക്കുമെന്നും വിജയം തൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി ടി.എൻ. പ്രതാപൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതിൽ ആ വാക്കുകളിലൊക്കെ കോൺഗ്രസ്സുകാരനാണ്, ബാക്കിയുള്ളവർ വിശ്വസിക്കുമോ എന്നറിയില്ല കേട്ടോ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ തൃശ്ശൂരിൽ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിനെയും അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. അതായത് ചുവരെഴുതിയതും പോസ്റ്റർ ഒട്ടിച്ചതും ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. സിറ്റിംഗ് സീറ്റുകളിൽ മുമ്പുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ആ നിർദ്ദേശമാണ് KPCC മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അതിനാലാണ് താൻ സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിൽ DCC പ്രസിഡന്റ് അടക്കം പ്രതികരിക്കാൻ കാരണമെന്നും പ്രതാപൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ഈ ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ഒക്കെ ഒട്ടിച്ചതെന്നും പറയപ്പെടുന്നു. ഇപ്പോഴത്തെ നിലയിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ പോരാട്ടത്തിനാണ് സാധ്യതയുള്ളത്. നമുക്കറിയാം, നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചതിൽ ഒരു ഭാഗം കെ മുരളീധരന് പങ്കുണ്ട് കേട്ടോ. ആ പങ്കുള്ള മുരളീധരൻ തന്നെയാണ് ഇവിടെ തൃശ്ശൂരിൽ മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുവാൻ വേണ്ടിയാണ് പത്മജ വേണുഗോപാലിനെയും ഒപ്പം കൂട്ടിയിരിക്കുന്നത് BJP എന്നാണ് അറിയപ്പെടുന്നത്. മറുകണ്ഠം പത്മജയെ ചാടിപ്പിച്ചത് തന്നെ അതുകൊണ്ടാണ്. ഇതിന് തൃശ്ശൂരിൽ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കോൺഗ്രസും തിരിച്ചടിച്ചിരിക്കുകയാണ്.
ഇതോടെയാണ് പ്രവചനാതീതമായിട്ടുള്ള നിലയിലാണ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ മത്സര ചിത്രം എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇക്കുറി തീപാറുന്ന ഒരു പോരാട്ടം അല്ലെങ്കിൽ തീപാറുന്ന ഒരു മത്സരം തന്നെയാകും തൃശ്ശൂരിലും അതിനോട് അടുപ്പിച്ചുള്ള മണ്ഡലങ്ങളിൽ നടക്കുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം അവസാന നിമിഷമുള്ള മാറ്റങ്ങളാണിതെല്ലാം. പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നതിൻ്റെയൊക്കെ നടുക്കത്തിലും അങ്കലാപ്പിലുമാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവരുടെ നേതൃത്വവും അണികളുമൊക്കെ അതിലേറെ ഇന്നലെ വരെ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിലുണ്ടാവുകയും വൈകാരികമായിട്ട് ഇടപെടലുകൾ നടത്തുകയും അവരോടൊപ്പം പങ്കുചേരുകയും പൂങ്കുന്നത്തെ മുരളി മന്ദിരവും കരുണാകരൻ്റെ ശവകുടീരവും ഒക്കെ ഈ ഒരു BJP നേതാവിൻ്റെ വീടായിത്തീരുന്ന കാഴ്ച അല്ലെങ്കിൽ മാറുന്നതിൻ്റെ ഒരു ഹൃദയവേദനയിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൽ ആ ഹൃദയവേദനയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ആ ഹൃദയവേദന മാറി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൽ അണികൾ ചിലപ്പോൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇനി അവരുടെ പ്രവർത്തനങ്ങൾ ഒത്തൊരുമയോടുകൂടി നടന്നില്ല എന്നുണ്ടെങ്കിൽ തൃശ്ശൂരല്ല ഏത് മണ്ഡലത്തിൽ കെ മുരളീധരൻ നിന്നാലും മുരളീധരൻ തോറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് പത്മജ BJP-യുടെ സ്ഥാനാർത്ഥി ആകണമെന്നില്ല, അല്ലെങ്കിൽ പത്മജ BJP-യിലേക്ക് പോകണമെന്നുമില്ല. കാരണം അണികൾ, കോൺഗ്രസിൻ്റെ അണികൾ അസംതൃപ്തരാണ് എങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയില്ല. അതേസമയം കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും അതിൻ്റെ അണികളും ഒത്തൊരുമയോടുകൂടി നിൽക്കുകയും അവർ ഒരു സ്വരത്തിൽ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ 19 സീറ്റ് എന്ന് പറയപ്പെടുന്ന മാജിക്കിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും 13-14 സീറ്റുകൾ വരെ അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം പല നിയോജക മണ്ഡലങ്ങളിലും ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് BJP-യുടെ സർപ്രൈസ് ആയിരിക്കും ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്.